ഇല്ല അതപ്പം പ്രേമം കണ്ടപ്പോ നമുക്ക് കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ അയ്യോ വേണ്ട എന്റെ കുടുംബജീവിതമൊക്കെ. அந்த மாதிரி ஒரு ஃபன் குவர்க்கி Boyfriend. லவ் அந்த மாதிரி ஒரு ஜாலியா ஆசை என்ன இருந்த சொல்றதுன்னு தெரியல Let the dream come true. நோ No. நோ ഈ സിഗ്മയെന്ന് ഇപ്പം പറയുന്നവരെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കണം അവന്മാരുടെയൊക്കെ ഞാൻ സ്വഭാവം എനിക്ക് ഒന്നും മനസ്സിലാവും. ഒരു തന്തൈ വൈബ് തന്തയാണ്. വൈബ് തന്തയാണ്. തന്ത വൈബല്ല. വൈബുള്ള തന്തയാണ്. നമ്മുടെ തന്നെ ഏജിലുള്ള ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന അർജ് സീറ്റ് അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം സിഗ്മ ആണല്ലോ. സിഗ്മയാണ്. സീറ്റ് ആവാൻ പറ്റില്ല. പറ്റില്ല. സിഗ്മ അല്ലേ? ഇല്ല പ്രേമം കണ്ടപ്പം ടീച്ചറിനെ ലൈൻ അടിച്ചാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. എന്തോ എന്നിട്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ടീച്ചർ. ടീച്ചർക്കോ? അത് അങ്ങനെയല്ല ചുമ്മാ ഇല്ല ഇവന് എഴുതി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി പിള്ളേരിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല. എനിക്കൊന്ന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നമ്മളെ പോലെ തന്നെ മറ്റൊരാളോട് സ്നേഹിക്കുക. നമുക്ക് നമ്മളെ സ്നേഹം ഉണ്ടെങ്കിൽ അയാളെ അതുപോലെ തന്നെ സ്നേഹിക്കുക എന്നൊരു സാധനം ആണല്ലേ. അറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെയുള്ള ഒരാൾക്ക് അതിനൊരു പകുതി കൊടുക്കുക. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. എന്റെ അമ്മോ വീഡിയോ കാണാൻ ലൈക്ക് കൊടുക്കണം. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. റാപ്പിഡ് ഫയർ ഒക്കെ എന്നോട് തന്നെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ കാണിക്കും ഐ ലവ് യു എന്ന് കാണിക്കും. ഐ ലവ് യു അങ്ങനെ കാണിക്കാറുണ്ട്. കെട്ടിപ്പിടിക്കുന്ന നേരത്തെ ആ സെൻസേഷണൽ സ്റ്റാർസ് ആണ് ഇന്ന് എന്റെ കൂടെ ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. അർജുൻ, ഋതു, പ്രീതി, മിഥുൻ, ശ്രീകാന്ത് ചേട്ടാ, ജിയോ ചേട്ടാ, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. സോ ഇത്രയും വലിയൊരു കാസ്റ്റ് തന്നെ ഇതിന്റെ പ്രോമിസിംഗ് ആണ്. അതേപോലെ തന്നെ ഡയറക്ടർ, പിന്നെ അതിനുശേഷം മോഷൻ പോസ്റ്റർ വന്നു, ടീസർ വന്നു, പോസ്റ്റർ വന്നു, ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഓക്കെ ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ആർ എക്സ്പെക്ടിങ് എന്നുള്ള രീതിയിലുള്ളതാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഹീറോ എന്ന് തുടങ്ങാം. ഋതുവിന്റെ ഓരോ സിനിമകളും നമുക്ക് പ്രോമിസിംഗ് ആണ്. ഓരോ ആക്ഷൻസ് നമുക്ക് യു ആർ റിയലി ഡിസേർവിങ് ഇറ്റ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് സിനിമയിൽ വന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് മേനെ പ്യാർ കിയയിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? മേനെ പ്യാർ കിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് പാക്കേജിൽ മെയിൻ 3 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ റൊമാൻസ്, ത്രില്ലർ, ഇമോഷൻസ് ആണ് മെയിൻ 3 കാര്യങ്ങൾ. അതല്ലാതെ തന്നെ സസ്പെൻസ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഡയറക്ടർ അങ്ങനെയാണ് പടം ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ട് ആഘോഷിച്ച് പടം കണ്ട് ആഘോഷിച്ച് തിയേറ്ററിലോട്ട് പോവുക ആ ഒരു മൂഡിലാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം സെൻസിബിലിറ്റീസ് ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉള്ള സെൻസിറ്റീവ് ആയ കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ മോർ ടുവേർഡ്സ് ദ സിനിമ കംപ്ലീറ്റ് പാക്കേജ് സൈഡ്, ഫൺ സൈഡ്. കുറച്ച് ഫണ്ണാണ് മെയിൻ കാര്യം. എല്ലാം ഫൺ, എല്ലാരും എൻജോയ് ചെയ്ത് പടം കണ്ട് എൻജോയ് ചെയ്ത് പോവാ. ഋതു ഫണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മെയിനെ പ്യാർ കിയ. പിന്നെ ഫസ്റ്റത്തെ പോസ്റ്റർ വരുമ്പോ ആസ് യൂഷ്വൽ ഋതു ഒരു ബ്ലഡിലൊക്കെ കുളിച്ചിരിക്കുന്നുണ്ട്. അതൊരു ഗുമ്മിനാട്ടോ. ഞാൻ അങ്ങനെ അല്ല, ക്യാരക്ടർ സെക്കൻഡ് ഹാഫ് ആണ് ഈ പരിപാടിയൊക്കെ. മിക്കതും കുറച്ച് സില്ലി ക്യാരക്ടറാണ്. ഇതൊരു ഗുമ്മിന് മാത്രം. ഞാൻ പിന്നെ കഴിഞ്ഞ പടം ആക്ഷനും കൂടെ ചെയ്തുകൊണ്ട് ഒരു മൂഡിന് വേണ്ടി. ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഋതുവിന്റെ അച്ഛനായിട്ടാണോ ജിയോ ചേട്ടൻ വരുന്നത്? ശരിക്കും പറഞ്ഞ ജിയോ ചേട്ടന്റെ സ്റ്റോറി എഴുതുന്ന കഥകൾ പോലെയല്ല കഥാപാത്രങ്ങൾ വരുമ്പോ. ഇപ്പൊ മന്ദാകിനി ആയാലും കേരള ക്രൈം ഫയൽ എക്സ്ട്രീംലി വേറെ ഡിഫറെന്റ് ആണ്. മരണമാസ് ഇതിലെങ്ങനെയാണ് ജിയോ ചേട്ടാ? ഇതില് അതുപോലെയും അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ രസമുള്ള ഒരു തന്തൈ വൈബ് തന്തയാണ്. വൈബ് തന്തയാണ്. തന്ത വൈബല്ല, വൈബുള്ള തന്തയാണ്. ആക്ച്വലി ഞാൻ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യണം എന്നാണ് എന്റെ ഉള്ളിലെ ആഗ്രഹം. ഞാൻ എഴുതുന്ന പോലെയല്ല. അല്ല, ഞാൻ അതൊക്കെ എഴുതി പോകുന്നതാ. എന്താ പറയാ, കുറച്ചുകൂടെ എന്റർടൈൻ സിനിമകൾ ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഇത് മുഴുവൻ എന്താ പറയാ നമ്മുടെ തന്നെ ഏജിലുള്ള ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന. അല്ല, നമ്മള് നേരത്തെ തമാശയായിട്ട് പറയുന്ന നമ്മളിതിന്റെ ഇടയ്ക്ക് മറ്റേ ഇതില്ലാത്ത ജഗതി വന്നിരിക്കുമല്ലോ, എന്താണ് പെട്ടെന്ന് പറഞ്ഞാൽ ആ അവസ്ഥ അത് തുടങ്ങിയപ്പോ ഇത് വന്നിരുന്നപ്പോഴേ ഇവർക്കൊക്കെ 2, 3, 4, 5 വയസ്സൊക്കെ കുറവുള്ളൂ. അപ്പം
നല്ല നല്ല അടിപൊളി ഒരു അച്ഛൻ. നല്ല ഇവരുടെ അതേ വൈബിലുള്ള ഒരു ഫാദർ ആയിട്ടാണ്, ഇവന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അവനെ മൂഡ് അച്ഛനാണ്. അതെ, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ കിടിലൻ തന്തൈ. പ്രപ്പോസ് ചെയ്തപ്പോൾ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ഞങ്ങൾ ഒരുമിച്ച് കള്ളു കുടിക്കും അല്ലേ, ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ. മരണമാസ് ഡാഡിയാണ്. ക്രിഞ്ച് ഡാഡി അല്ല, ക്രിഞ്ച് ഡാഡി അല്ല, സപ്പോർട്ടാണ് കംപ്ലീറ്റ്. നമ്മൾ കാണുന്ന ഡാഡികളല്ല. ഡാഡി കൂൾ. ഓക്കെ, ശ്രീകാന്തേട്ടന്റെ ക്യാരക്ടറും സിനിമയും അതൊക്കെ ഒന്ന് പറയാമോ? എന്റെ ക്യാരക്ടറിന് പേര് ടോണി എന്നാണ്. ഇപ്പം നാട്ടില് ഒരു ഫുട്ബോൾ ടീമുണ്ട്, മാനേജർ ഉണ്ണിക്കുള. അതിന്റെ കോച്ച്, മാനേജർ, പ്ലെയർ, പിന്നെ പുറത്ത് ഗസ്റ്റ് കളിക്കാൻ പോകും. അങ്ങനെ ഇതെല്ലാമായിട്ടുള്ള ഞങ്ങളുടെ ടീമിൽ കളിക്കുന്നവരാണ് ഇവരെല്ലാവരും. പിന്നെ അങ്ങനെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബെസ്റ്റ് പ്ലെയർ കൂട്ടിയ ഞങ്ങളെ. കുട്ടി അല്ലാണ്ട് തന്നെ പ്ലെയർ അല്ലേ? ഓൾറെഡി എങ്ങനത്തെ പ്ലെയർ? ഐ മീൻ ഫുട്ബോൾ ഋതു കളിക്കും, അർജുനും എല്ലാവരും പ്ലേയേഴ്സ് ആണ്. ഞങ്ങളിവിടെ ഷൂട്ട് സമയത്ത് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരിടത്ത് നമ്മളൊരു ഷൂട്ടിന് പോയപ്പോ എല്ലാരും പ്രൊഫഷണലി കളിക്കാൻ തുടങ്ങി, ഷൂട്ടിംഗ് ഒക്കെ മറന്നിട്ട്. ഡയറക്ടർ പറയും അഭിനയിക്ക്, ഇവിടെ ഭയങ്കര വാശിപ്പുറത്ത് കളി നടക്കുമോ. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? എന്റെ ആര്യന്റെ പേര് നിധി. വരാട്ടോ, നിധിയുടെ പേര് ആര്യൻ. ഓക്കെ, ഇത് കുട്ടി പഠിച്ചോ. കുട്ടിയുടെ ആവേശത്തിന് ശേഷം അടുത്തൊരു എക്സ്പെക്ടേഷൻ. നമ്മൾ പോസ്റ്റർ കണ്ടപ്പോഴും ചേട്ടാ ഇവൻ പിന്നെയും സീനാണല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പോസ്റ്ററും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ കഥ പറഞ്ഞപ്പോ മനസ്സിലായി ഓൾമോസ്റ്റ് അങ്ങനെയൊന്നും അല്ല, വേറെ കുറെ ഫ്ലേവറുകൾ ഉണ്ടെന്ന്. ആ ചോരയും ഒരു ഗുമ്മിന് വേണ്ടിട്ടാണ്. ഗുമ്മിന് വേണ്ടിട്ടാണ്, ആവേശത്തിലെ ചോരയല്ല. എന്താണ് ക്യാരക്ടറും? നെജു എന്നാണ് ക്യാരക്ടറിന്റെ. നെജു. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറായിട്ടാണ് ഇതിന് വരുന്നത്. എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഫ്രണ്ട്സാണ് ഇതൊക്കെ. ടോണിയേട്ടൻ ഇങ്ങനെ ഫ്രണ്ട്സാണ്, ഇതെങ്ങനെ നിരന്ന് പോവാ. ഒരു വള്ളി പിടിച്ചാ അവിടെ പിടിച്ചാൽ അവിടെ എത്തും. ഭയങ്കര ലോയലാണ് പിന്നെ നിജുയുടെ ക്യാരക്ടർ. പിന്നെ അതിന്റെ അച്ഛൻ ആയിട്ടുള്ള കോംബോ വരുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സാധനമുണ്ട്. ഇനി അർജു പറ, എന്താണ് അർജുന്റെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടറിന്റെ പേര് ഷൈൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതും ഇതുപോലെ ഇവരുടെ ഫ്രണ്ട് സർക്കിളുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ അവിടുന്ന് നാട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് അവിടുന്ന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മള് വേറൊരു കഥ പറയല്ലേ, കഥ പറയല്ലേ. തുടക്കത്തിലെ മറ്റേ മോഷൻ ടീച്ചറിലുണ്ട് ആ 3 തമിഴ് പയ്യന്മാരുടെ തല വെട്ടി കൊണ്ടുപോകാന്നൊക്കെ ഇല്ലേ? പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കും പടവലത്തിനെടുത്തിരിക്കുന്ന കമ്പിയൊക്കെ എടുത്ത് കുത്താൻ, അത് പറയുന്ന ആരായിരുന്നു? അതും മോഷൻ അങ്ങനെ വേറെ ടെറനിലെത്തിയിട്ട് അവിടെ നിന്നുള്ളൊരു കാര്യമൊക്കെ ആയിട്ട് പോകുന്നതാണ് ക്യാരക്ടർ. So Preeti, welcome to Malayalam cinema. Thank you. எப்படி இருந்த? How is Malayalam cinema treating you in these days? It's been great. எல்லாரும் ரொம்ப ஃப்ரெண்ட்லியா ரொம்ப ஸ்வீட்டா தான் இருக்காங்க. இந்த கூட்டத்துல யாரு the most sweetest person? ഞാൻ ഇവിടെ നോക്കണ്ട, നോട്ട് അർജു. ഓക്കെ, അർജു സ്വീറ്റ് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സിഗ്മയാണ്. സ്വീറ്റ് ആവാൻ പറ്റില്ല. ആരെ പോക്കിയെന്ന് ചോദിക്കും, അപ്പം പറയും. ഓക്കെ, ഹൂ ഇസ് ദ സ്വീറ്റസ്റ്റ് ഓർ ദ പൂക്കിയസ്റ്റ് പേഴ്സൺ ഹിയർ? കുട്ടി എന്ന് പറയാലോ അല്ലേ? കുട്ടിയെ ഇരുത്തിക്കൊണ്ട് പറയുമല്ല. You're having the combination with everyone? അവരോட ഇല്ല. Okay, so the combination കുട്ടി അതൊരു സത്യമാണ് കേട്ടോ. എന്താ? Why did you told so? ഈ നമ്മൾ ആവേശം കാണുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് തോന്നും, പക്ഷെ ആക്ച്വലി ആളുടെ പേഴ്സണാലിറ്റി ഒരു കൈൻഡ് മാൻ ആണ്. ഈസ് എ വെരി കൈൻഡ് മാൻ. നമുക്ക് സിഗ്മയായിട്ട് തോന്നും, പക്ഷെ ശരിക്കും പൂക്കിയാണ്. അത് പിന്നെ തൃശ്ശൂർ ജില്ലക്കാരൊക്കെ അങ്ങനെയാ അല്ലേ? അതെ, ആണോ? അതെ, സെറ്റ് ചെയ്തോണ്ട് വന്നേക്കോ രണ്ടുപേരുടെ.
നീണ്ടിട്ട് ഇറങ്ങിക്കുക. വേറെ നീതി ഇല്ലാന്നൊക്കെ. So what was your high into Maine Pyar Kiya? What made you choose this and the first Malayalam debut? ஒன்று வந்து எனக்கு மலையாளம் சினிமாவில் ஒர்க் பண்ணணும்னு ரொம்ப ரொம்ப நாள் ஆசையாக இருந்தது. Okay. இந்த கேரக்டரும் தமிழில் தான் பேசுகிற மாதிரி இருந்துச்சு. ப்ளஸ் அவர் நரேட் பண்ணும் போதே அந்த கேரக்டரோட நான் இது வரைக்கும் பண்ண அந்த சிலதுல இருந்து எல்லாமே டிஃப்ரெண்டா இருந்துச்சு. அது எல்லாமே different. இது எனக்கும் இந்த பொண்ணுக்கும் சம்மந்தமே இல்லை சுத்தமா. ரொம்ப கம்ப்ளீட்லி டிஃப்ரெண்ட். Okay. இவங்க எல்லாருக்கும் சேர்த்து வச்சு ஒரு டிஸ்டர்ப்டான பொண்ணு மாதிரி, இவங்களுக்கு அப்படியே கான்ட்ராஸ்டிங்கா ஒரு கேரக்டர் அது. ஸோ எனக்கு அது இன்ட்ரெஸ்டிங்கா இருந்துச்சு. So that is why you made Malayalam debut. Okay. So ഇനി നമുക്ക് എന്തായാലും ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് സെഗ്മെന്റ്സ് ആണ് എല്ലാം. ഇഷ്ടവും പ്രേമവും പ്രേമിക്കാത്ത ആരും ഇല്ലല്ലോ അതില്. സിംഗിൾ ആയിട്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഉണ്ട്, ഇപ്പൊ സിംഗിൾ ആണ്. ഓക്കെ, സ്ക്രീനിൽ കഴിയുന്നവരെ. ഓക്കെ. സോ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ചില സിനിമകളൊക്കെ നമുക്ക് ലവിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. അതായത് എനിക്ക് അതേപോലെ പ്രേമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതേപോലെ ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ പാർട്ട്ണറോ എനിക്ക് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്, ഇല്ലേ ജിയോ ചേട്ടാ? കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ പോലെ 3:30 വരെ. അങ്ങനെയാണെങ്കിലേ ഓൺ സ്ക്രീൻ പെയറിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ ലവുകൾ കണ്ടിട്ട് ഇതേപോലെ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. ഞാൻ ആദ്യം എക്സാമ്പിൾ പറയാം. എനിക്ക് മറ്റേ സീതാറാം സിനിമ കണ്ടില്ലേ, അതില് അവര് കത്തെഴുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രണയിക്കുന്നില്ലേ, അതേപോലെ ഒരു ലവ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നില്ല. പിന്നെ മറ്റേ ജപ്പാനീസ് വൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ബംഗാളി സിനിമയുണ്ട്. അതിലെ ആ ഒരു ഇനീഷ്യൽ പ്രണയ രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ. അങ്ങനെ തോന്നിയിട്ട് സിനിമയിൽ കണ്ടിട്ട് ഇൻസ്പയർ ആയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രണയമുണ്ടോ? ബ്രോന്റെ തുടങ്ങിയ പിന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ സീതാറാം, നിങ്ങൾക്ക് സീതാരാം ജപ്പാനീസ് വൈഫ് പറഞ്ഞു കഴിഞ്ഞു. രേവതി മോഹൻലാൽ തമ്മിലുള്ള അവസാനം രേവതി പോകുന്ന എങ്ങനെയെങ്കിലും പോകാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ കാണുമ്പോൾ നമുക്കറിയാലോ, സിനിമ കാണുമ്പോൾ ഒരു ബോയ് ഇപ്പൊ തിരിച്ചു വരുന്നറിയാം. പക്ഷെ എന്നാലും അവരുടെ ഒരു ഒന്നിക്കൽ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അവര് നല്ലൊരു കപ്പിൾസ് ആണല്ലോ, നല്ല പേരാണല്ലോ എന്ന് തോന്നാറുണ്ട് ആ സിനിമ. ഇനി ഹൃദു വലിയ കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ട, ബേസിൽ ചിന്തിച്ചാൽ മതി. നമ്മൾ പറയുമ്പോ ഉള്ളത് പറയണല്ലോ, ചുമ്മാ എന്തെങ്കിലും പ്രേമം കണ്ടപ്പം ടീച്ചറിനെ ലൈൻ അടിച്ചാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. എന്തോ ഞാൻ 4ാം ക്ലാസ് വെച്ച് ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ടീച്ചർക്കോ? അത് അങ്ങനെയല്ല, ചുമ്മാ എഴുതി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ വെച്ച്. ഏത് ടീച്ചർക്കായിരുന്നു? എന്തോ ഒരു ജോഗ്രഫി ഒന്നുമല്ല, ജോഗ്രഫി അല്ല, ജ്യോതി ടീച്ചറുടെ പേര്. ടീച്ചറുടെ പേര് ജ്യോതി. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒന്നും പിള്ളേരല്ലേ, പിള്ളേരുടെ ലാളിത്യത്തിൽ അങ്ങ് വിട്ടുകളഞ്ഞു. എല്ലാരും കൂടി എഴുതിയതാ. ഞാൻ സീരിയസ് ആയിരുന്നു അല്ലേ? അല്ല, സീരിയസ് ഒന്നുമല്ല, കാണാൻ. ഇല്ല, അതപ്പം പ്രേമം കണ്ടപ്പോ നമുക്ക് കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ വേണ്ട ഭാര്യ ഉണ്ടെന്ന്. ഓക്കെ, അത് പ്രേമം ഇൻസ്പയർ ആയിരുന്നു. 3 ഇതും. പ്രീതി சொல்லுங்க. தமிழ் படம் படம் சம்திங் அந்த மாதிரி ஒரு ஃபன் குவர்க்கி பாய் ஃப்ரெண்ட், அந்த மாதிரி ஒரு ஜாலியா ஆசைருந்து சொல்றதுன்னு தெரியல. ஓகே. And did the dream come true? No. ഈ ഹൃദു പറ. കൊച്ചു കൊച്ചു ഹോട്ടലൊക്കെ അങ്ങനെ ഈ ഫാന്റസി പരിപാടി, കാരണം റിയൽ ലൈഫിൽ എപ്പോഴും ട്രാജഡി ആണ്. റിയൽ ലൈഫിൽ നമുക്ക് നടക്കത്തില്ല. അപ്പൊ എനിക്ക് എങ്ങനെ ഫാന്റസി പരിപാടി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇപ്പം നമ്മള് മൂടി തന്നെ അവസാനം എപ്പോഴും ഹാപ്പിയാണ്, ഹാപ്പിലി എവർ ആഫ്റ്റർ വൈബ് കൊച്ചു കൊച്ചു ഹോട്ടൽ കിട്ടിയാൽ നന്നായിരുന്നു. മെയിനെ പ്യാർക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയപ്പോഴേ കംപ്ലീറ്റ് സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ സെറ്റില്. എത്ര ബർത്ത്ഡേ ആണ്, കുട്ടിയുടെ ഉണ്ടായിരുന്നു, പിന്നെ അസ്കർക്കയുടെ ഉണ്ടായിരുന്നു, സെറ്റിലുള്ള ബാക്കി എല്ലാവരുടെയും ആരുടെ ബർത്ത്ഡേ ഉണ്ടോ അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു സെറ്റ്? എങ്ങനെയായിരുന്നു? മൂടായിരുന്നു, അടിപൊളി. അർജുൻ ആക്ച്വലി പറയാൻ പറ്റും, കാരണം അവൻ കുറെ വർക്ക്ഷോപ്പ് സമയത്തെ ഉണ്ടായിരുന്നു. അവനാരും ആദ്യം കാസ്റ്റിംഗ് അവനായിരുന്നു. ഇതിന്റെ അകത്ത് വർക്ക്ഷോപ്പ് പോലെ നടത്തിയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു? എല്ലാവരും, കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ വേറെ ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും ജെല്ലാൻ വേണ്ടി അതുപോലത്തെ ഒരു പടമല്ല, അതിനുവേണ്ടി നടത്തിയാണ് ആദ്യം തുടങ്ങുന്നതിന് മുന്നേ. അപ്പം എല്ലാവരുമായിട്ട് കമ്പനിയാണ്. പിന്നെ ഡയറക്ഷൻ ടീമിൽ എല്ലാവരും അറിയാം, ഡയറക്ടറിന് ഭയങ്കരമായിട്ട് എല്ലാ ക്രൂ മെമ്പേഴ്സിനൊക്കെ
നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രീഡം നമുക്ക് ആ സെറ്റിൽ ഉണ്ടായിരുന്നു. എന്തും ചോദിക്കുന്നതും ചെയ്യാം. നമുക്ക് ഡയറക്ടറിന്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ സാധനങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ അതിനൊന്നും ഒരു സീനിയോറിറ്റി അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ചില്ലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ നല്ല വൈബായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്കെ. ഈ ഡയറക്ഷൻ ടീം എല്ലാവരും 10 years ആയിട്ട് ഒരുമിച്ച് ഇവരെല്ലാം ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ടീംസ് ആണ്. അസ്കറൊക്കെ ഉണ്ടായിരുന്നു ആ ടീമില്. അപ്പൊ അതിന് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ആ ഒരു വൈബ് നമുക്കും അടിച്ചു. കാരണം അവരും ഭയങ്കര ഫ്രീ എല്ലാവരും തമ്മിലായിട്ട്. അതുകൊണ്ട് അവര് ഫ്രീ ആയതുകൊണ്ട് നമുക്കൊരു ആ ഒരു വൈബ് വരുമല്ലോ, അതുപോലെ ഫീൽ ആവും. അതൊരു റീസൺ ആണ്. അത് ഭയങ്കര നല്ല പോസിറ്റീവ് റീസൺ ആണ്. എന്താ മുനാസ്? അത് പറഞ്ഞപ്പോ അവരെല്ലാം ഇറങ്ങി ഓടി. ഈ ഇപ്പൊ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ഹൃദു ഉണ്ടായിരുന്നു അതില്? ഇല്ല, ഞാൻ ആക്ച്വലി എന്റെ കാസ്റ്റിംഗ് അവസാനം നടന്നത്. അത് വേറൊരു ആക്ടർ ആയിരുന്നു കാസ്റ്റ് ആയത്. പിന്നെ അത് റീകാസ്റ്റ് ആയപ്പോ വേറൊരു ആക്ടർ തപ്പിക്കൊണ്ടിരുന്നപ്പോ മുറ കണ്ടിട്ട് പിന്നെ എങ്ങനെ റാൻഡം ആയിട്ട് നടന്നൊരു സാധനം. പ്രീതിയൊക്കെ ആ സമയത്ത് ഓൾറെഡി ഇന്നായിരുന്നു സിനിമയില്? ഓക്കെ. സോ നോക്കിയിരുന്നു തുറപ്പിച്ചിട്ട് ആണോ? ഇല്ല, യു ആർ ദ മെയിൻ തിങ്. യു ആർ ദ വൺ ഹു ഗോട്ട് കാസ്റ്റ് ഫസ്റ്റ്. സെന്റർ ഓഫ് അട്രാക്ഷൻ. പ്രീതി ഞാനോ? അല്ല, നീ அவர் குட்டி இருக்கான்னு சொன்னதுனால அந்த படம் சைன் பண்ணேன். ഞാൻ പ്രീതി ഇരിക്കുന്നതല്ല, ഞാൻ സൈൻ பண்ணேன். இந்த குட்டி இருக்கிறதுனால இந்த குட்டி இருக்கிறதுனால தான் நான் சைன் பண்ணேன். ഏത് കുട്ടി? ഈ കുട്ടി இந்த കുട്ടി. നമ്മള് നോക്കുമ്പം പറയുമ്പം ഇവര് വയസ്സിലേക്ക് വിളിച്ചു പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. അപ്പൊ എന്താന്ന് അറിയത്തില്ല. പിന്നെ പറയുന്നത് മന്ദാകിനിയുടെ പ്രൊഡക്ഷൻ ടീമാണ്. അപ്പൊ അത് നല്ല വലിയ പ്രൊഡക്ഷൻ ആണ്. പിന്നെ നോക്കുമ്പോ കയറുമ്പോ പ്രീതി ഇങ്ങനെ ഒരു പൂവിന്റെ ഇടയിൽ ഇങ്ങനെ சும்மா சொல்றாங்க எல்லாரும். ഒരു ഫോട്ടോ തന്നെ കാണുന്നു. അപ്പൊ അത്രയും ആൾക്കാരെ കിട്ടിയോണ്ട് നമുക്കറിയാം നല്ല ക്രൂ പുറകിലുണ്ടെന്ന്. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ആൾക്കാരാണ്. അതായത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉള്ള ജിയോ ചേട്ടനടക്കം ആ ഒരു സോഷ്യൽ മീഡിയ ഹിസ്റ്ററി ഉള്ള ആളാണ്. ബിക്കോസ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയാലും പിന്നെ ബാക്കി വന്നിട്ടുള്ള സിനിമകളായാലും നിങ്ങളെല്ലാം വൈറൽ സ്റ്റാർസ് ആണ്. സോ ആദ്യം തന്നെ ഇവിടെ നിന്ന് ഞാൻ വൈറലിൽ നിന്ന് എടുക്കുകയാണ്. ഏറ്റവും വൈറൽ സ്റ്റാർ. അതെ, ഫ്രഷ് ചോദ്യമാണ്. ചോദിക്കട്ടെ, ഈ സിഗ്മ എന്നുള്ള ആ ഒരു ട്രാൻസിഷൻ കുക്കിയിലേക്ക് അത് ഏത് പോസ്റ്റ് ഇട്ടാലും ഒരു വലിയ ജേണി ആയിരുന്നു. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പറ്റിച്ചത്? അത് അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്. നമ്മൾ എന്നത് എല്ലാരും കല്യാണം ഈ സിഗ്മന്ന് ഇപ്പം പറയുന്നവരെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കണം. അവന്മാരുടെയൊക്കെ ഞാൻ സ്വഭാവം എനിക്ക് മനസ്സിലാവും. ഇതൊരു സിഗ്മയായിരുന്നു അല്ലേ? ഇപ്പൊ സിഗ്മയാണോ? അല്ലല്ലേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂക്കേ. എങ്ങനെയുണ്ട് ആ ഒരു ട്രാൻസിഷൻ ഒക്കെ? നല്ലായിരുന്നു. കമന്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? ആൾക്കാര് നല്ല രസം. എനിക്ക് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന ഇഷ്ടമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊക്കെ. അപ്പൊ അത് നല്ലൊരു രസമുള്ള പരിപാടിയാണ്. ഇനി ഹൃദുവിലേക്ക് വരുമ്പോ നമ്പർ ഓഫ് ആണ്. കാരണം ചെയ്തിരിക്കുന്ന ഓരോ സിനിമകളിലും വന്നിരിക്കുന്ന ഒരു അറഗൻസ് ഉണ്ട്. അത് ആ ക്യാരക്ടറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അറഗൻസ് ഉണ്ട്. ആൻഡ് ഇവിടേക്ക് വരുമ്പോ ഇപ്പൊ മേനെ പ്യാർ കിയാ ഇങ്ങനെ കുറെ ഹൈ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് വന്ന സമയത്ത്? അരഗൻസിന്ന് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഈ പോസ്റ്ററിൽ മിക്കതും അരഗൻസ് പോസ്റ്ററാണ്. അതൊരു വൈബിന് വേണ്ടി, അല്ല കാരണമുണ്ട് അത് ഇടാൻ വേണ്ടി. പക്ഷെ ക്യാരക്ടർ ത്രൂ ഔട്ട് നല്ല ചേഞ്ച് ഉണ്ട്. ഇതാണ് ക്യാരക്ടർ, ഇതാണ് ത്രൂ ഔട്ട്. കുറച്ചും കൂടെ ഈസി ടേക്കിംഗ്, സ്വന്തം സെൽഫിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞൊരു സാധനമാണ് ആര്യന്റെ ഒരു ക്യാരക്ടർ. സില്ലിയാണ്, ഫ്രണ്ട്സിന്റെ ഒക്കെ അഡ്വൈസ് കേൾക്കുക, ചക്ക സംസാരിച്ചോണ്ടിരിക്കുക, ഫ്രണ്ട്സ് എന്ത് പറയാ അത് കേട്ട് പോവുക, സ്പോണ്ടേനിയസ് ആണ്. ഇതൊരു ചെയ്യാത്തൊരു നല്ല രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആദ്യം ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ടീമൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എനിക്കിത് പിന്നെ പെട്ടെന്ന് അതിലോട്ട് കയറാൻ പറ്റി. പ്രീതി എന്ന് പറയുമ്പോ സെൻസേഷണൽ സ്റ്റാർ ആണ്. ലൈക്ക് എൻ നമ്പർ ഓഫ് പാട്ട് കേൾക്കാത്ത ആൾക്കാരില്ല. വീണ്ടും ഫ്രഷ് ചോദ്യമാണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ വെരി സെൻസേഷണൽ സ്റ്റാർ, എൻ നമ്പർ ഓഫ് സോങ്സ്, എൻ നമ്പർ ഓഫ് മൂവീസ്, ദാറ്റ് ടു ഹിറ്റ് മൂവീസ്. So how was Maine Pyar Kiya treating you, and how did you receive Maine Pyar Kiya? I was very happy to come here, and the team was very young. And for the first time I felt like crew la irukavanga ellarume vandu romba friendly, technicians la irundha ellarume romba friendly, kalaichittu daily viladittu full all the time like fun mattum. So that was very new for me. yarume vandu usually enadhu இந்த மாதிரி ஃபன் மாதிரி பேசுறது ரொம்ப நியூன்னு சொல்றேன். இல்ல இல்ல ஸ்டார்டிங்ல ஃபன்ல பேசல, ஸ்டார்டிங் பேசல.
1 week அப்புறம் தான் பேசுறேன். யூஸ்வலி நான் மட்டும்தான் வந்து பொண்ணு, லைக் ஒரு 2-3 கேர்ள்ஸ் தான் இருப்பாங்க. ஸோ அந்த மென்னோட ஜென்ரலா மிங்கிள் ஆகிறதுக்கு கொஞ்சம் டைம் ஆகும். ஓகே. பட் இந்த செட்ல வந்த உடனேல இருந்தே ജെൽ ആയിട്ട് നല്ല വൈബ് വൈബ് ആയിട്ട്. ആ വൈബ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ മെയിൻ PRK സെറ്റും? പിന്നെ കുട്ടി എന്ന് പറയുന്ന ഫാക്ടർ ആവേശത്തിലെ ഒരു ലീഡിങ് വില്ലൻ, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് പോസ്റ്റർ നോക്കുമ്പോൾ പിന്നെയും വീണ്ടും അത് സെൻസേഷണൽ സ്റ്റാർ ആയിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. ഫ്രം കോവിഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫ്രം കോവിഡ് തുടങ്ങി. ഞാൻ റീല ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല. ഇല്ല, ഇതിന് എനിക്ക് ഇവിടെ വന്നപ്പോ പ്രീതി പറഞ്ഞല്ലോ, വന്നപ്പോ തന്നെ പ്രീതി എന്റെ അടുത്ത് പറഞ്ഞു മുറ കാണാൻ പോയാലും ഫസ്റ്റ് വന്നപ്പോ ഫസ്റ്റ് ഷൂട്ടിന്റെ ഓർമ്മയില്ലേ, മുറ കാണാൻ പോയാലും അപ്പൊ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ആ ടൈമിൽ തന്നെ എല്ലാവരും സിംഗാവായിരുന്നു ചെയ്തത്. പിന്നെ വെട്ടിയാലാട്ടം വന്നത് കൂടിയിട്ട് വന്ന് ഫോണിലായിരുന്നു ഫസ്റ്റ് സംസാരിച്ചത്. അപ്പൊ തൊട്ടേ സിംഗാ. പിന്നെ അഞ്ചനെ കണ്ട്, അഞ്ച് വന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങോട്ടാണ്. ആ സമയത്താണ് കല്യാണം കഴിഞ്ഞത്. ഓക്കെ, ഷൂട്ടിന്റെ സമയത്ത്. ഷൂട്ടിന്റെ സമയത്ത് അപ്പൊ അതൊക്കെ വന്ന് നോക്കുമ്പം മുന്നത്തെ പടത്തെക്കാളും കൂടുതലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, വൈബാക്കാൻ പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ജിയോ സംസാരിച്ച് തുടങ്ങിയപ്പോ ഫസ്റ്റ് കണ്ടപ്പോ പേടിയായിരുന്നു. എനിക്കും പേടിയായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോ പേടിയായിരുന്നു. 2-3 ദിവസമായി ചില്ലാൻ. ജിയോ ചേട്ടൻ അത്ര ടെറർ ലുക്കാണ്. ടെറർ ലുക്കല്ല, പ്രൊഫൈലും പുള്ളി പിന്നെ അങ്ങനെ പെട്ടെന്ന് പുള്ളി ഭയങ്കര പുള്ളിയുടെ ഒരു ഇതിലാണ്, പുള്ളി ഇതിലൊക്കെ ചെയ്യണം, അത് ആരുമില്ല. പുള്ളി ഇവിടെ നമ്മള് ആരും മൂടില്ല. പക്ഷെ പുള്ളിയുടെ സംസാരിച്ച് അരമണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. ആക്ച്വലി ഭയങ്കര ഇതുപോലെ സിഗ്മ അല്ല, ഊക്കിയ. അതെ ജിയോചേട്ടൻ അങ്ങനെയാണ്. നമ്മളിപ്പോ ജിയോചേട്ടന്റെ പ്രൊഫൈൽ സിനിമകളൊക്കെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് വരിക്കും, ഭയങ്കര തമാശകളൊക്കെ പറയുന്ന ഒരാളാണ്. ഭയങ്കര ഓൺലൈൻ എന്റർടൈൻമെന്റ്. അതെ അതെ, ചില്ലോസ്കി, ചില്ലോ ചില്ല്. ശരിക്കും ഇതിലെ വൈബ് തന്തേ പോലെ തന്നെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് ജയന്റെ കൂടെ വർക്ക് ചെയ്യാൻ. അതെ, 100%. എനിക്ക് ഭയങ്കര എന്റെ അച്ഛനായിട്ട് വർക്ക് അച്ഛനായോണ്ട് പറയാൻ വൈബായിരുന്നു. ജിയോ ചേട്ടാ അങ്ങനെയായിരുന്നോ? എന്തായിരുന്നു പിള്ളേരൊക്കെ ഇത്രയും പൊക്കി പറഞ്ഞ? ഇവര് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഭയങ്കര പേടിയായിരുന്നു. ഇവരോട് എങ്ങനെ സത്യമായിട്ടും ഇവന്മാരോടൊക്കെ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇവർക്ക് നമ്മളെ മനസ്സിലാവുമോ, ഇവർക്ക് ഇപ്പൊ ടെൻഷനാന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എനിക്കുണ്ട്. പുതിയ പിള്ളേര് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മസിൽ പിടുത്തു. പിന്നെ നല്ല രസമായിരുന്നു. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ അല്ലെങ്കിൽ ലവ് ഗ്രോസ് ഓവർ ടൈം ആണോ? വിച്ച് വൺ വിൽ യു ചൂസ്? ഓവർ ടൈം. ഓവർ ടൈം. വൈ? ഫസ്റ്റ് സൈറ്റ് ലവ് അല്ലല്ലോ, ഒബ്സഷൻ ആണോ? അട്രാക്ഷൻ. ഉറപ്പായിട്ടും. ഇപ്പൊ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. പരിപാടി ഇല്ല, ഡസന്റ് എക്സിസ്റ്റ്. പിന്നെന്താ ലവ് വേറെ രീതിയിൽ കണ്ടാൽ അതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കാം. അത് രണ്ട് ഒപ്പീനിയൻ. ഇപ്പൊ എന്റെ അച്ഛൻ എന്റെ അമ്മേനെ ചായ കുടിക്കാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട്, എന്ന് വെച്ചാൽ മറ്റേ അറേഞ്ച്ഡ് മാരേജ് ചെയ്താണ്. അപ്പൊ അവർക്ക് തമ്മിലൊരു ലവ് അപ്പം ഉണ്ടായി, അത് ഇത്ര വർഷം. അപ്പൊ അത് ഓവർ ടൈമിനെ ഗ്രോ ചെയ്തു ആദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് രണ്ടും ഒരു പാരലലി പോകുന്നൊരു ലൈനായിട്ട് എനിക്ക് തോന്നുന്നു. ജിയോ ചേട്ടന്റെ അഭിപ്രായം എന്താ? ശരിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോ? അല്ലെങ്കിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായാലും സമയം കൊണ്ടല്ലേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടുപേരും അട്രാക്റ്റഡ് ആവുന്നു, അട്രാക്റ്റഡ് ആയി, പ്രപ്പോസ് ചെയ്യുന്നു, സംഭവം ഓക്കെ ആയി, അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നമുക്ക് അതിനെ വിളിക്കാം. പക്ഷെ അല്ലേ, അങ്ങനത്തെ ഇവന്റ്സ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം കണ്ട് അപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്ത് അപ്പൊ തന്നെ ഓക്കെ അടിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അവരുടെ ലൈഫ് മുമ്പോട്ട് പോകുമ്പോഴാണല്ലോ അവര് ഗോയിങ് ടുഗദർ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞാൽ അത് ജീവിച്ചും അറിഞ്ഞും മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ അത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളത്. എനിക്കൊന്ന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പിന്നെ അത് പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിന്റെ പിന്നാലെയൊക്കെ നടന്ന് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് വിടും, നമുക്കത് വർക്കാവത്തില്ല എന്ന് തോന്നും. അതായത് ഇവര് റെസ്പോണ്ട് ചെയ്യാൻ നമ്മുടെ പേടിയുണ്ട്, ഇവരോട് സംസാരിക്കാനുള്ള പേടിയുണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ആ പേടി ഇവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും, വിടും. അങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന കേസുകളുണ്ട്. എന്തായാലും ലവ് സെഗ്മെന്റ് ആണല്ലോ. സോ അതില് ലവ് എന്നുള്ളതിന് ഓരോരുത്തർക്കും ഓരോ ഡെഫിനിഷൻ ആണ്. മെയിൻ PRK ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഐ മീൻ ലവ് വിത്ത് യു എന്ന് പറയുന്നതിന് ഓരോരുത്തർക്കും ലവിന് ഓരോ ഡെഫിനിഷൻ ആണ്. ചിലർക്ക് മേ ബി ലവ് എന്ന് പറയുന്ന ഒരു ഫാന്റസി ആയിരിക്കാം, ചിലർക്ക് അത് കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് ആയിരിക്കാം, ചിലർക്ക് അറ്റാച്ച്മെന്റ് ആയിരിക്കാം.
അർജുന്റെ ലവിന് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താ? വാട്ട് ഇസ് ലവ് ടു യു, അല്ലെങ്കിൽ വാട്ട് ഇസ് പ്യാർ ടു യു? കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടും. ഇതിന്റെ ബാക്കി നാളെ എടുക്കാൻ പറ്റും. അത് കല്യാണത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു, എപ്പോഴും എപ്പോഴും അങ്ങനെയാണ്. ഇതിന്റെ ബാക്കി നാളെ എടുക്കാൻ പറ്റും. കൊടുക്കുന്ന ആൾക്കാർ റെസിപ്രോക്കേറ്റ് തിരിച്ചു കിട്ടുമ്പോൾ ഒരു കംപ്ലീറ്റ് ആവും ലവ്. ഋതുവിന്റെ ലവ് എന്താന്നല്ലേ അക്കോർഡിംഗ് ടു മീ? ലവ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് മാത്രമല്ല. ലവ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് ട്രൂ ആവാൻ ചാൻസ് ഇല്ല. കാരണം അത് അട്രാക്ഷൻ അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരാളോട് ആ ഒരു ആത്മാർത്ഥത കാണിക്കുന്നു. ഇപ്പം അച്ഛൻ, അമ്മ, എനിബഡി, ലവർ. ലവ് എന്ന് പറയുമ്പോൾ ലവ് റൊമാൻറ്റിക് ലവ് മാത്രമല്ല, ലവ് ക്യാൻ കം ഇൻ എനി ഫോം. എനിക്കിപ്പോൾ കുട്ടീനോട് ഭയങ്കര സ്നേഹമുണ്ട്, അത് പക്ഷെ ട്രൂ സ്നേഹമാണ്. ട്രൂ ആയിരിക്കണം. ഓണസ്റ്റി എന്ന് പറഞ്ഞ സാധനം ലവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഒരാളോട് ഐ ലവ് യു എന്ന് മനസ്സിലാക്കി ശരിക്കും ലവ് ഫീൽ ചെയ്യുന്നതാണ് ലവ് എന്ന്. റൊമാൻറ്റിക് മാത്രമല്ല, ശരിക്കും ഒരാളോട് നമ്മളെ പോലെ തന്നെ മറ്റൊരാളോട് സ്നേഹിക്കുക. നമുക്ക് നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ അയാളെ അതുപോലെ തന്നെ സ്നേഹിക്കുക എന്നൊരു സാധനം ആണല്ലോ. അറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. வேற நிறைய டெஃபினிஷன் இருக்கு, அதுல ஒண்ணு சும்மா சொல்றேன். யூ பி யுவர் செல்ஃப். நான் உங்களை அக்செப்ட் பண்ணிக்கிறேன், உங்களோட நல்ல விஷயம் கெட்ட விஷயம் எல்லாத்துக்கும் சேர்த்து உங்களாவே அக்செப்ட் பண்ணிக்கிறேன் அப்படி ஒருத்தவங்க கிட்ட ஃபீல் பண்றது. I think is love. That is love to you. Yeah, right. Accepting someone for who they are and liking them for, yeah. കുട്ടിയുടെ ലവ് ഡെഫിനിഷൻ. Accepting them for all this love. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെയുള്ള ഒരാൾക്ക് അതിനൊരു പകുതി കൊടുക്കുക. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. എന്റെ അമ്മോ, എല്ലാത്തിനും എക്സാമ്പിൾ ഉണ്ട്. കൊടുക്കാൻ ഞാനിന്ന് പണയെടുത്തോളൂ. ഒരു വട കൊടുത്ത് 2-3 വട. ഞാൻ പറയുന്നത് അതാണല്ലോ ലവ് എന്ന് പറഞ്ഞ പോലെ. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. സെൽഫിനോടാവാം, തിങ്സിനോടാവാം, സ്കൈനോടാവാം, എന്തിനോടാവാം. അത് നമ്മളെ പോകുന്ന ട്രാവൽ ചെയ്യുന്ന ആ അറ്റം വരെ കൂടെ ഉണ്ടാവണം. നമുക്ക് ലവർ ഉണ്ടാവണമെന്നില്ല, ലവ് ഉണ്ടാവാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഇവിടെ പറഞ്ഞ പോലെ പകുതി ചോറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വേണമല്ലോ. വേണോ? വേണ്ടേ? അത് വേണം, ഒരാള് വേണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതില്ല, അവിടെ എന്തോ അതിനെ കുറിച്ച് എന്താണ് വാട്ട് ഈസ് ശ്രീകാന്ത് യുവർ ഡെഫിനിഷൻ ഫോർ ലവ്? എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അല്ല, ഞാൻ സ്നേഹിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നണം. അങ്ങനെ എനിക്ക് തോന്നണം. അങ്ങനെ ആകുമ്പോഴേ എനിക്ക് തിരിച്ച്, പക്ഷെ എനിക്ക് തോന്നണം അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്താൽ എനിക്ക് അങ്ങനെ ഉണ്ട്. ഇപ്പൊ ചിലർ നമ്മളോട് കാണിച്ചാലും പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാറില്ല. ചിലർ ഭയങ്കര സ്നേഹം പോലെ കാണിക്കുമ്പോൾ എനിക്കത് ശരിക്കും അവരെന്നെ സ്നേഹിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല. ശരിക്കും ശ്രീകാന്തിനെ സ്നേഹിക്കാൻ എന്ത് ചെയ്യണം? അപ്പോഴേ എനിക്ക് അവരെ എന്നെ സ്നേഹിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ അതേപോലെ വീഡിയോ കാണാൻ ലൈക്ക് കൊടുക്കണം. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. ജിയോജന്റെ ഡെഫിനിഷൻ എന്തായാലും എനിക്കൊന്ന് അണ്ടർസ്റ്റാൻഡിങ് അതാണ്. അത് അല്ല, നമ്മള് എന്താ പറയാ, കുറച്ചും കൂടെ ഇവന്മാരെക്കാളും കുറച്ചും കൂടെ അനുഭവം ആ ഏരിയയിൽ വരുന്നോണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. മനസ്സിലാക്കലാണ്. അണ്ടർസ്റ്റാൻഡിങ് ആണ് ലവ്. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലാക്കലാണ്, അത്രേ ഉള്ളൂ. സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെ അധികം പറയുന്നില്ല. നേരത്തെ അവൻ കരയാൻ പോയി, നിങ്ങൾ കരയാൻ പോയി. മകനാണ്, അല്ല അവനെ അവന്റെ അച്ഛനാണ് ഞാൻ പറയാ. ശരിക്കും ഓരോരുത്തർക്കും ലവ് ലാംഗ്വേജസ് ഡിഫറെന്റ് ആണ്. ഇപ്പോ എനിക്ക് ഒരു ഇഷ്ടം ഫീൽ ചെയ്യണ പോലെ ആയിരിക്കില്ല അർജുന് ഫീൽ ചെയ്യുക, അങ്ങനെ ആയിരിക്കില്ല കുട്ടിക്ക്. എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. സോ വാട്ട് ഈസ് ആക്ച്വലി യുവർ ലവ് ലാംഗ്വേജ്? റാപ്പിഡ് ഫയർ ഒക്കെ എന്നോട് എന്താണ് ജിയോ ചേട്ടന് തുടങ്ങാം. ജിയോ ചേട്ടന്റെ ലവ് ലാംഗ്വേജ് എന്താ? അതായത് ഇഷ്ടം തോന്നുന്ന സമയത്ത് ആ ഇഷ്ടം പ്രകടിപ്പിക്കാനായിട്ട് എന്താ ചെയ്യാറ്? ചിലപ്പോ ഭയങ്കര ടൈറ്റ് ഹഗ് ചെയ്യും. അതെനിക്ക് ഇഷ്ടം. ബാക്കി പിള്ളേരിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. ദൂരെയുള്ള രണ്ടുപേരെ എങ്ങനെ സ്നേഹിക്കുക? ലോങ് ഡിസ്റ്റൻസ്. അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് വഴക്കുണ്ടാക്കി നമ്മുടെ പാർട്ണറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിക്കുന്ന ആളോട്ട് വഴക്കിലായി. അപ്പൊ ഒരു വീഡിയോ കോൾ ആരെങ്കിലും ഒരാൾ ചെയ്യുമായിരിക്കും. അപ്പൊ നമ്മൾ എന്തായിരിക്കും, ചിലപ്പോ ഒന്നും പറയൂല. ജിയോ ചേട്ടൻ്റെ ജിയോ ചേട്ടനാണോ ചെയ്യാറ്? രണ്ടുപേരും ചെയ്യും.
അപ്പോൾ ചിലപ്പോൾ ഒന്നും കാരണം മിണ്ടി തുടങ്ങാനുള്ള ഒരു മൂഡിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല, വഴക്കിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു വീഡിയോ കോൾ വന്നു, അപ്പൊ ഇങ്ങനെ കാണിക്കും ഐ ലവ് യു എന്ന് കാണിക്കും. ഐ ലവ് യു അങ്ങനെ കാണിക്കാറുണ്ട്. മിണ്ടി തുടങ്ങാൻ വേണ്ടി. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമായി. പിന്നെ നമുക്ക് എന്തും പറയാം. ആരെങ്കിലും ഒരാൾ കാണിക്കും, ചിലപ്പോൾ ഞാൻ കാണിക്കും, അല്ലെ അവിടെ നിന്ന് കാണിക്കും, ചിലപ്പോൾ എന്റെ ഭാര്യ മാത്രം കാണിക്കും. അല്ല, ആളെ വിളിക്കുമ്പോ അങ്ങനെ കാണിക്കാറുണ്ട്. ഇവിടെ എങ്ങനെയാ ലവ് ഇഷ്ടം തോന്നുമ്പോ ഇഷ്ടം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാറ്? അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് കരച്ചിലൊക്കെ വരും വല്ലാണ്ട് ഇഷ്ടം വരുമ്പോഴാണ്? അതെ അതെ അങ്ങനെ ശരിക്കും കരോട് പറഞ്ഞ ചിലപ്പോ എനിക്ക് കരച്ചിലൊക്കെ വരും, കെട്ടിപ്പിടിച്ച് കരയാനൊക്കെ തോന്നും. അങ്ങനെ കുട്ടി പറ, കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമ്പോ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും? അല്ലെങ്കിൽ ലവ് ലാംഗ്വേജ് എന്താ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹഗ് മാത്രമാണ്? ഹഗ് മാത്രമല്ല, അത് അല്ല അങ്ങനെയല്ല, അത് നമ്മള് പിന്നെ ബാക്കിയൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഉള്ളപ്പോ വിളിക്കുമ്പോ ഹഗ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഓക്കെടാ. ഭയങ്കര ലവ് ലാംഗ്വേജ്, ലവർ ബോയ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റും. അതാകുമ്പോ നമ്മൾ യൂഷ്വലി ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യും. അല്ലാതെ നമുക്ക് വല്ലാണ്ട് ഉമ്മ ഓക്കെ ബൈ ഉമ്മ പോയി കിടന്നു പറഞ്ഞു. ഇപ്പൊ നീ ഫ്രണ്ട്സിനോട് ഇങ്ങനെയല്ലേ പറയണ? നീ അല്ല, നിന്റെ അടുത്ത് അങ്ങനെ തന്നെ. അതല്ലേ നമ്മളോടും അപ്പൊ എന്താ? ഓ ലവ് ലാംഗ്വേജ്, എല്ലാവർക്കും ഇതാണ് ലവ് എല്ലാവരുടെ ലവ് ലാംഗ്വേജ്. ഇങ്ങനെ പറയുമല്ലേ? പാർട്ണർ ഇങ്ങനെ പറയാം. എന്ത്? പറയൂ. എനിക്ക് കെട്ടിപ്പിടിക്കാൻ ഇഷ്ടാ. കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അല്ല അങ്ങനെയല്ല, നല്ല പറഞ്ഞ കുഴപ്പമില്ല, മനസ്സിലായി. കെട്ടിപ്പിടിക്കുന്ന നേരത്തെ മറ്റേ എനിക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലാ, അപ്പൊ എനിക്ക് മറ്റേ ചെസ്റ്റിൽ കെട്ടിപ്പിടിക്കാൻ ഇഷ്ടാ. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഹൗ ഡു യു എക്സ്പ്രസ് യുവർ ലവ് ടു സമ്മൺ? எனக்கும் அந்த பிசிக்கல் அஃபெக்ஷன் அது இருக்கு ஒண்ணு. இன்னொன்னு வந்து சின்ன சின்ன ஜெஸ்டர்ஸ், ஸ்வீட்டா கேரிங். எந்த மாதிரி ஜெஸ்டர்ஸ்? லைக் இப்போ വീട്ടിൽ വരാൻ കേട്ടോ ഇതും കൊണ്ട് gift கொடுக்கிறதா? வெளிய போனா ஏதாவது வாங்கிட்டு வருது, சாப்பாடு ஏதாவது வாங்கிட்டு, சாப்பாடு ஆர் குக் பண்றது, குக் பண்ணி கொடுக்கிறது. இல்ல லைக் ஒருத்தவங்க தூங்கிட்டாங்கன்னா லைக் போத்தி. ഓക്കേ. ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നതും ഫുഡ് വാങ്ങി കൊടുക്കുന്നതൊക്കെയാണ് അവിടുത്തെ ലവ് ലാംഗ്വേജ്. പിന്നെ ஜஸ்ட் அவங்களுக்கு ஒரு சப்போஸ் அவங்க தேர் ஃபீலிங் பேட், தென் அவங்க கூட இருக்கிறது அந்த மாதிரி. பிசிக்கலி பிரசன்டா இருந்தா லைக் பீயிங் தேர் ஃபார் देम. இஃப் அவங்க ஏதாவது ஃபீலிங்ஸ் பத்தி பேசணும்னா அங்க இருந்து அவங்க பேசுறது கேக்குறது அந்த மாதிரி. ഓക്കേ. ഇനി പറ, അവിടെ നിന്ന് എന്തായാലും കുറെ ഉണ്ടാവും. അല്ല ഇത് പറഞ്ഞ ഫസ്റ്റ് ഫിസിക്കൽ ടച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പൂക്കി ആയതുകൊണ്ട് എന്തോ പറയാണ്ടല്ലോ. യു ആർ ടെല്ലിങ് സംതിങ്. இது ரொம்ப அந்த மாதிரி பாய்ஸ் கிட்ட அந்த மாதிரி தான் பிஹேவ் பண்ணுவான். ബോയ്സ് കിട്ട பாய் ஃப்ரெண்ட்ஸ் கிட்ட இல்ல? ആമാല. ഐ മീൻ ഞാൻ ബോയ്സ് ലവ് തോന്നുന്ന ആൾക്കാർ, ബോയ്സ് ഗേൾസ് ബീറ്റ് അത് മാതിരി. പിന്നെ ഇത് പ്രീതി പറഞ്ഞ പോലെ ഇമോഷണലി കൊഞ്ചം ഡൗൺ എനിക്ക് തോന്നിയ, പക്ഷെ തമിഴ് കുറച്ച് ഡൗൺ ആണെന്ന് തോന്നിയ ഞാൻ അവരെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാനും കുറച്ചൊന്ന് കംഫർട്ടബിൾ ആക്കാനും പോകും. ഫിസിക്കൽ ടച്ച് ഒക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടം. നമ്മളിങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേരെ എനിക്ക് അങ്ങനെ ഞാൻ അതൊക്കെ എന്തെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞ് അങ്ങനെ ഒരു പ്ലേഫുൾ ഇതില്ലെങ്കിൽ എനിക്ക് വലിയ ഇതില്ല. ടീസ് ചെയ്യാൻ ഇഷ്ടമാണ്. ടീസ് ചെയ്യാൻ ഇഷ്ടമാണ്. മേനെ പ്യാർ കിയാ റിലീസ് ആവാൻ പോവാണ്. നമ്മൾ കൂടുതൽ ഈ ഒരു കാസ്റ്റിന്റെ തന്നെ എക്സ്പെക്ട് ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ ഇരിക്കുന്ന സമയത്താണ് പ്രീതിയുടെ നെക്സ്റ്റ് പ്രോജക്ട് അനൗൺസ് ചെയ്യുന്നത്, നിവിൻ പോളി. യെസ്, അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? எனக்கு ரொம்ப ஹாப்பி. ஐ திங்க் அந்த ஒரு ஃபீல் குட் ரொமான்டிக் காமெடி அந்த மாதிரி இருக்கும்னு நினைக்கிறேன். Yes. And I was working with Chaya Abhyankar.
because that is where the whole world saw you maybe. And after that you worked in the Morini. Adum பயங்கர viral ஆയിരുന്നു. So how was working with Sai? சாய்க்கு வந்து என்னோட 2 வயசு கம்மி. ஸோ நாங்க 2 பேரும் ரொம்ப அக்கா தம்பி அந்த மாதிரி ஜாலியா தான் இருந்தோம். செட்ல கலாய்ச்சிட்டு சண்டை போட்டுட்டு இந்த மாதிரி தான் ஜாலியா இருந்தது. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡാൻസർ ആണ്. എത്ര സമയം എടുത്തു അതൊക്കെ ഒന്ന് കൊളാബറേറ്റ് ചെയ്യാനും? நான் சீக்கிரமே கத்துக்கிட்டேன். இமீடியட்டா போய் உடனே கத்துக்கிட்டேன். பட் நான் சின்ன வயசுல இருந்து ட்ரெயின் பண்ணதுனால சீக்கிரமே கத்துக்கிட்டேன். கொஞ்சம் டைம் தான் ஆச்சு. ஒரு ഹാഫ് ആൻ അവറിനുള്ളിൽ പരിപാടി എല്ലാം സെറ്റ് ആയി. ഓ നൈസ്. സോ എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര കാര്യമായിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റി. ഹോപ്പ് യു വിൽ സീ സൂൺ തിയേറ്റേഴ്സ്. എന്തായാലും ഓണത്തിന് ആ ഒരു കിടിലൻ റിലീസായിട്ടൊക്കെ വരട്ടെ. നിങ്ങളുടെ ആ ഒരു ഞാൻ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞ പോലെ ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ് അതിന്റെ ഒരു പവർ. ഇപ്പൊ ജിയോ ചേട്ടൻ തുടങ്ങി അർജുൻ വരെ എത്തുമ്പോഴായാലും എല്ലാ ഫ്ലേവറിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, എല്ലാ ജോണറിലും പോയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ സ്ട്രെങ്ത് ഓഫ് ദ മൂവി. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. 29-ന് ഞങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണും, നിങ്ങളും കാണണം. താങ്ക് യു. താങ്ക് യു.